السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ബഹുമാന്യരായ ഹാജിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം എല്ലാ സമയങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും പ്രയാസങ്ങളിലും എളുപ്പങ്ങളിലും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ചു ജീവിക്കലാണ് ജീവിത വിജയത്തിന്റെ മാർഗം എന്ന് മനസ്സിലാക്കി മുത്തഖികളായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഗുണം ചെയ്യുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അനുഷ്ഠിച്ച എല്ലാ ആരാധനാ കർമ്മങ്ങളും പരിപൂർണമായ രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു വ്യക്തി മുസ്ലിം ആവണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധനയായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് അവൻ ഒരു പ്രതിജ്ഞ ചെയ്തിരിക്കണം എന്നതാണ്. ആ പ്രതിജ്ഞയെയാണ് നമ്മൾ ഷഹാദത്ത് എന്ന് വിളിക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമയിലെ രണ്ടാമത്തെ ഭാഗത്തെ കുറിച്ചാണ് ഇപ്പോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം ഏറെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആളുകളും എത്തിച്ചേർന്ന് നമ്മുടെ സമ്പൂർണമായ ക്ലാസ് ആരംഭിക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ വിഷയം ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും. ആ ക്ലാസ്സിലേക്ക് എത്തുന്നത് വരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചു പോരുകയാണ് ഓരോ ക്ലാസ്സിലും ഇൻഷാ അല്ലാഹ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഷ്ഹദു, ആ വാക്കിന്റെ അർത്ഥം നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു പോന്നിട്ടുണ്ട്. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ അതിന് പറഞ്ഞ അർത്ഥം. എന്താണ് സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? ഞാൻ വിശ്വസിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. എന്താണ് വിശ്വാസവും സാക്ഷ്യപ്പെടുത്തലും തമ്മിലുള്ള വ്യത്യാസം? ആ വിശ്വസിച്ച കാര്യത്തിന് നമ്മുടെ ജീവിതത്തിനെ തെളിവാക്കുമ്പോഴാണ് അത് സാക്ഷ്യപ്പെടുത്തലാകുന്നത്. അള്ളാഹു ഉണ്ട്, അതൊരു വിശ്വാസമാണ്. എന്നാൽ ആ വിശ്വാസത്തിലേക്ക് നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കൊണ്ടുവരുമ്പോഴാണ് അത് സാക്ഷ്യപ്പെടുത്തലാവുക. അപ്പൊ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂൽ ആണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പ്രധാനപ്പെട്ട സംഗതി. എന്താണ് ഈ വാചകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുമല്ല അതിന്റെ അർത്ഥം. നമുക്ക് പ്രാഥമികമായി അറിയാവുന്ന ഒരു കാര്യം, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. ഒന്ന് ഈമാൻ കാര്യങ്ങളാണ്, ഒന്ന് ഇസ്ലാം കാര്യങ്ങളാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങനെ പ്രവാചകന്റെ പള്ളിയിൽ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുമ്പോൾ വെള്ള വസ്ത്രധാരിയായ ഒരാൾ ആ സദസ്സിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ഹദീസുകളിൽ കാണുന്നുണ്ട്. അദ്ദേഹം ധരിച്ച വെള്ള വസ്ത്രം പോലത്തെ ഒരു വെള്ള ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല. ആ വ്യക്തിയെ ഞങ്ങൾ ആരും മുമ്പ് മദീനയിൽ കണ്ടിട്ടില്ല.
എന്നാൽ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിലോ ശരീരത്തിലോ യാത്രയുടെ ദീർഘയാത്ര കഴിഞ്ഞ് മറ്റൊരു നാട്ടിൽ നിന്ന് കടന്നു വരുന്നതിന്റെ ഒരടയാളവും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിലോ ദേഹത്തോ ഇല്ല. അദ്ദേഹത്തിന്റെ മുടിയുടെ കറുപ്പ് നിറം അതുപോലത്തെ ഒരു വേണ്ട അതിൽ നമ്മൾ ഉൾക്കൊള്ളും. അതുപോലത്തെ ഒരു കറുപ്പ് ഞങ്ങൾ ജീവിതത്തിൽ മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനെ കുറെ പ്രത്യേകതയുള്ള ഒരാള് ഞങ്ങളുടെ സദസ്സിലേക്ക് കയറി വന്ന് അദ്ദേഹം കയറി വന്നിട്ട് സലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന ആ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന പോലെ കാലു മടക്കി വെച്ച് അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ ഇരുന്നു. അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ പ്രവാചകന്റെ കാൽമുട്ടുകളോട് ചേർന്ന് നിന്നുന്ന. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരാള് ഇതേപോലെ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ കാൽമുട്ടുകൾ പ്രവാചകന്റെ കാൽമുട്ടുകളോട് ചേർത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് കൈയും പ്രവാചകന്റെ കാലിന്റെ തൊടകളിൽ വെച്ചിങ്ങനെ. അപ്പൊ എന്റെ മുമ്പിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കാലിന്റെ തൊടയിൽ ഇങ്ങനെ കൈവച്ചാൽ അത്രത്തോളം അടുത്ത് അദ്ദേഹം ഇരുന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ആരാണ്? തീരെ പരിചയമില്ലാത്ത, മുമ്പ് കണ്ടിട്ടില്ലാത്ത ഇയാൾ ആരാണ്? അദ്ദേഹം പ്രവാചകന്റെ അടുത്ത് വന്നിരുന്നിട്ട് ആദ്യം ചോദിച്ച ചോദ്യം മൽ ഈമാൻ, യാ മുഹമ്മദ് മൽ ഈമാൻ, മുഹമ്മദേ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരി വ ശർരി മിനല്ലാഹി തആല. ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കലാണ്, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്, ഈ ലോകത്തിനൊരു അവസാനമുണ്ടെന്നും അതിനു ശേഷമുള്ള കാര്യങ്ങളിലും വിശ്വസിക്കലാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മയും തിന്മയുമായി അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കലാണ്. അതായത് 6 കാര്യങ്ങളും വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് പ്രവാചകൻ പറഞ്ഞപ്പോ ആ വന്ന ആള് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, സദഖ്ത യാ മുഹമ്മദ്, മുഹമ്മദേ നീ പറഞ്ഞത് ശരിയാണ്. അപ്പൊ കേൾവിക്കാരായ ആളുകൾ ഒന്നുകൂടി അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലെ ശരിയും തെറ്റും പറയാൻ മാത്രം കഴിവുള്ള ഇയാൾ ആരാണ്? അദ്ദേഹം വീണ്ടും ചോദിച്ചു, മൽ ഇസ്ലാം, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം യാ മുഹമ്മദ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു, ഇസ്ലാം എന്നാൽ 1 2 ഷഹാദത്ത് കലിമത്ത് ഷഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, 2 തുഖീമു സ്വലാത്ത്, നിസ്കാരം നിലനിർത്തുക, വതുഉ സക്കാത്ത്, അങ്ങനെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ് 5 എണ്ണി പറഞ്ഞു. പിന്നെയും അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? പിന്നെ ചോദിച്ചു, എപ്പോഴാണ് ലോകം അവസാനിക്കുക? ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പ്രവാചകൻ ഓരോ ഉത്തരം പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. പിന്നെ അയാൾ അങ്ങോട്ട് പോയി. അയാൾ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തിനോട്, ഉമറിനോട് ചോദിച്ചു, ഉമറെ നിനക്കറിയുമോ ആ വന്നത് ആരാണെന്ന് നിനക്കറിയുമോ? അപ്പൊ എല്ലാവരും പറഞ്ഞു, അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി മനുഷ്യരൂപത്തിൽ അള്ളാഹു ജിബ്രീലിനെ അയച്ചതാണ്. ഈ ഹദീസു ജിബ്രീൽ എന്നാണ് അറിയപ്പെടുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് ഉണ്ട്, ഈ സംഭവത്തെ പ്രതിപാദിക്കുന്ന ഹദീസ്. ഈ ഹദീസിന്റെ പേര് തന്നെ ഗ്രന്ഥങ്ങളിൽ ഹദീസു ജിബ്രീൽ എന്ന പേരിലാണ് അറിയപ്പെടുക. നമ്മളിപ്പോ ഈ വിഷയം പറയാൻ കാരണം ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ. ലേശം മുമ്പിലേക്ക് ഇരുന്നാൽ അങ്ങോട്ട് പോയിട്ടോ, മുമ്പരൊന്നും മുമ്പിലേക്ക് പോയി. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശാലമായ സദസ്സിലേക്ക് മാറുന്നുണ്ട്. ചെറിയ തടസ്സങ്ങളുടെ അങ്ങോട്ട് മുമ്പിലേക്ക് നമുക്ക് ഇന്നലെ കുറച്ച് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളത് മൊത്തത്തിലത് പരിചയപ്പെടണം, ആരൊക്കെയാണ്, എവിടൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ. അപ്പൊ എല്ലാവരും പാടെ വന്നിട്ടാവാന്ന് വിചാരിച്ചതാണ്. ഇന്നിപ്പോ 8 ആള് 10 ആള് ഇപ്പൊ വന്നിട്ടുണ്ട്. അവർ റൂമിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഏകദേശം ഇന്നത്തോടു കൂടി നമ്മുടെ ആളുകളുടെ ഇങ്ങോട്ടുള്ള വരവ് നിന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് നാളത്തെ കൂടലൊക്കെ ഒന്ന് പരിചയപ്പെടണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പിന്നെ എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, ഇത് രണ്ടും ഞാൻ പറഞ്ഞു. ഈമാൻ എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം,
പിന്നെ ഖദർ വിധിയുമായി ബന്ധപ്പെട്ട വിശ്വാസം. ഈ 6 കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് സംശയമില്ലാത്ത വിധം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഇസ്ലാം കാര്യങ്ങൾ 5 ഈ 5 കാര്യങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? അത് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. നിസ്കാരം 5 നേരത്തെ നിസ്കാരം എന്ന് വിശ്വസിച്ചാൽ പോരാ, 5 നേരം നിസ്കരിച്ചോളണം. സക്കാത്ത് നിർബന്ധമാണ് എന്ന് വിശ്വസിച്ചാൽ പോരാ, സക്കാത്ത് കൊടുത്തോളണം. നോമ്പ് നിർബന്ധമാണ് എന്ന് വിശ്വസിച്ചാൽ പോരാ, അത് നോൽക്കണം. ഹജ്ജ് നിർബന്ധമാണ് എന്ന് വിശ്വസിച്ചാൽ പോരാ, അത് ചെയ്യണം. അഥവാ ഇസ്ലാം കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ആ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിലാണ് ഏത് എണ്ണിയിരിക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ആ അഷ്ഹദു എന്നത്, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അതിങ്ങനെ അത് എപ്പോ ജീവിതത്തിൽ നിന്ന് പോകുന്നോ അപ്പോൾ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഒരു വിശ്വാസിയും ഒരു അവിശ്വാസിയും തമ്മിലുള്ള പ്രകടമായ അടയാളം എന്ന് പറയുന്നത് അസ്വലാത്ത്, നിസ്കാരാണ്. വമൻ തറക്കഹ, ആര് നമസ്കാരം ഉപേക്ഷിച്ചോ വഖദ് കഫറ, അവൻ കാഫിറായി. അതായത് ആ നമസ്കരിക്കുക എന്നത് അവന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം. എന്ന് ഒരാൾ നിസ്കാരം നിർത്തണോ അന്ന് അയാൾ ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകും. സക്കാത്ത് അങ്ങനെ തന്നെ. സക്കാത്ത് ഒരാൾ കൊടുത്തിരിക്കണം. ഒരാൾ എന്ന് സക്കാത്ത് കൊടുക്കൂല എന്ന് പറയുന്നു അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടു കൂടി മക്കയിലും മദീനയിലുമുള്ള ചില ഗോത്രങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇത് സക്കാത്ത് കൊടുക്കൂല. അത് ഞങ്ങൾ നബിക്ക് കൊടുത്ത ഒരു സംഗതിയായിരുന്നു. അത് നബി ഇല്ലാതായതോടുകൂടി സക്കാത്ത് നിന്നു എന്നാ പറഞ്ഞു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സൈന്യത്തെ നിശ്ചയിച്ചു, ആ സക്കാത്ത് പിടിച്ചു കൊണ്ടുവരാൻ. അപ്പൊ ചില സഹാബിമാർ ചോദിച്ചു, മുസ്ലിങ്ങൾക്കെതിരെ നമ്മൾ ആയുധം എടുക്കാൻ പാടുണ്ടോ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, നമസ്കാരത്തെയും സക്കാത്തിനെയും അവർ വേർപെടുത്തിയപ്പോൾ തന്നെ അവർ ഇസ്ലാം നിന്ന് പുറത്തുപോയി. അപ്പൊ ഇസ്ലാം കാര്യങ്ങളുടെ പ്രത്യേകത അത് ജീവിതത്തിൽ ഉടനീളം അവന്റെ ജീവിതത്തിൽ പ്രവർത്തനമായി ഉണ്ടായിരിക്കേണ്ട സംഗതിയാണ്. അപ്പൊ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത്. അഷ്ഹദു, ഞാൻ എന്റെ ജീവിതത്തിൽ മുഴുവനും സാക്ഷ്യപ്പെടുത്തും, അവസാന ശ്വാസം വരെ. എന്ത്? അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ദൂതനാണ്. ഈ ഒരു വാചകത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക? ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ്. എന്താ റസൂൽ എന്ന് പറഞ്ഞാൽ? അർസല എന്ന വാക്കിന്റെ അറബിയിലുള്ള മലയാളത്തിലെ അർത്ഥം അയച്ചു എന്നാണ്. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു. നമ്മൾ ഒരാളെ ഒരു കാര്യത്തിന് വേണ്ടിയോ ഒരാവശ്യത്തിന് വേണ്ടിയോ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുമ്പോ അതിന് മലയാളത്തിൽ നമ്മൾ പറഞ്ഞയച്ചു എന്ന് പറയല്ലോ, അയച്ചു എന്നൊക്കെ പറയും. അതിനാണ് അർസല. റിസാലത്ത് എന്ന് പറഞ്ഞാൽ കത്ത് നടത്തും, മെസ്സേജ്, സന്ദേശം. നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പറഞ്ഞയക്കുന്ന ഒരു മെസ്സേജ്, അതിനാണ് റിസാല. അതിന് നമ്മൾ മലയാളത്തിൽ കത്ത് എന്നൊക്കെ പറയാം. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൂതൻ. എന്താ ദൂതൻ എന്ന് പറഞ്ഞാൽ? ഒരു ദൂത് മീൻസ് ഒരു സന്ദേശം. ഒരു ദൂതുമായി ഒരാളെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നമ്മൾ അയക്കുമ്പോ അതിന് പറയുന്ന പേരാണ് റിസാലത്ത് എന്ന് പറയാം. റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ വന്ന ആളുകളാ, ഒരേ ക്ലാസ് താഴെ എന്ന് പറയാം. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ ആണ്. അതായത് ഒരു ദൂതൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ദൂതൻ എന്ന് പറയുമ്പോൾ 2 തലയുണ്ട്. ഒന്ന്, ആരാണ് ഇദ്ദേഹത്തെ ദൂതനായി അയച്ചത്. 2, ആരിലേക്കാണ് ഇദ്ദേഹം ദൂതനായി ചെല്ലുന്നത്. 3, ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്ത് ദൂതാണ്, എന്ത് സന്ദേശമാണ് കൊടുത്തയച്ചത്. ഈ 3 കാര്യങ്ങൾ പ്രധാനമാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറയുമ്പോ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഒന്ന്, ആ വാചകത്തിലുണ്ട്, ആരാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്? അള്ളാഹു. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവാണ് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത്. 1. 2, ആരിലേക്കാണ് പറഞ്ഞയക്കുന്നത്? ആരിലേക്കാണ്? എന്നിലേക്ക്, നമ്മുടെ ഓരോരുത്തരിലേക്കും
അള്ളാഹു പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 എന്താണ് ആ പ്രവാചകൻ വശം അള്ളാഹു നമ്മുടെ അടുത്തേക്ക് കൊടുത്തയച്ചത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അടുത്തേക്ക് വന്നത് നമുക്ക് എന്ത് തരാനാണ്? പൈസ തരാനാണോ, അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും സ്വത്ത് ഉണ്ടാക്കി തരാനാണോ, അധികാരം ഉണ്ടാക്കി തരാനാണോ, വീടുണ്ടാക്കി തരാനാണോ? എന്തിനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അടുത്തേക്ക് വന്നത്? അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി നിശ്ചയിച്ച സ്വർഗത്തിലേക്ക് എങ്ങനെ എത്താം, നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അടുത്തേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാന പ്രസംഗങ്ങളിൽ ഒന്നിൽ അദ്ദേഹം പറഞ്ഞു, സ്വഹാബത്തെ, സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊന്നുപോലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. അപ്പൊ എന്തിനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്തിനാ അല്ലാഹു അദ്ദേഹത്തെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? നമുക്ക് സ്വർഗത്തിലെത്താൻ നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യണമോ അത് ചെയ്യാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമോ അത് ശ്രദ്ധിക്കാൻ, ഈ 2 കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. അപ്പൊ ചോദ്യം, സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക, അവരെ സ്വർഗത്തിൽ പോവാം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് നമ്മൾ ചെയ്യുക. അങ്ങനെ ഒരാൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അയാൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. എങ്ങനെ? എനിക്ക് സ്വർഗത്തിൽ പോകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചോ അതേ ഞാൻ ചെയ്യുകയുള്ളൂ. എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചോ അത് ഞാൻ ജീവിതത്തിൽ സൂക്ഷിക്കും എന്ന് ഒരാൾ പറയുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അയാൾ സാക്ഷ്യപ്പെടുത്തി. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കാലത്ത് ജീവിച്ച സീനിയറായ പണ്ഡിതനായ നേതാവായ മുസ്ലിം സമുദായത്തിലെ ഒരുപാട് പ്രശ്നങ്ങളിൽ മധ്യസ്ഥനായി വന്ന ഒരു വലിയ സ്വഹാബിയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം, അല്ല റസൂലുള്ളാഹ് മരിച്ച് അടുത്ത കാലത്ത് അദ്ദേഹം ഒരിക്കൽ മദീനയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഒരു ചെറിയ പള്ളിയിൽ കയറി. ആ പള്ളിയിൽ കയറിയപ്പോ അദ്ദേഹം അവിടെ ഒരു കാഴ്ച കണ്ടു. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ നേതാവാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ കുറച്ച് കല്ലുകളുണ്ട്. അദ്ദേഹം ആ ചെറുപ്പക്കാരൻ ഇത്തിരി ഉച്ചത്തിൽ പറയുന്നുണ്ട്, കബ്ബിറു മിഅ. കബ്ബിറു എന്താ? കബ്ബിറു പറഞ്ഞാല് തക്ബീർ ചൊല്ലിക്കോളൂ എന്നാ. കബ്ബിറു തക്ബീർ ചൊല്ലിക്കോളൂ. അപ്പൊ അദ്ദേഹം പറയാണ്, കബ്ബിറു മിഅ, നിങ്ങൾ 100 വട്ടം തക്ബീർ ചൊല്ലൂ. അപ്പൊ എല്ലാവരും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പൊ ഈ ഓരോ പ്രാവശ്യം അല്ലാഹു അക്ബർ പറയുമ്പോഴും അദ്ദേഹം തന്റെ കയ്യിലെ ഒരു കല്ല് ഇങ്ങനെ വെക്കും. 2, 3 എണ്ണം നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അമ്പയർ ആകുമ്പോഴൊക്കെ എണ്ണം തക്കാതിരിക്കാൻ 6 കല്ല് പെറുക്കിയെടുക്കും. നമ്മളൊക്കെ ചിലപ്പോ ഈ ടവാഫ് ചെയ്യുമ്പോഴൊക്കെ 7 മുത്തുകളുള്ള ഒരു മാല ഉണ്ടാവും കയ്യിലല്ലേ, മാറാതിരിക്കാൻ വേണ്ടിയൊക്കെ. അപ്പൊ ഈ കല്ല് ഇങ്ങനെ പെറുക്കി വെക്കും. കബ്ബിറൂ മിഅ. 100 ആകുമ്പോ അദ്ദേഹം പറയും സബ്ബിഹൂ മിഅ. ഇനി 100 വട്ടം സുബ്ഹാനല്ലാഹ് പറഞ്ഞോളി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുക, ബാക്കിയുള്ളവർ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുക. ഈ സമയമാണ് അബൂ മൂസൽ അശ്അരി എന്ന വളരെ സീനിയറായ മഹാപണ്ഡിതനായ ഈ സ്വഹാബി ആ പള്ളിയിലേക്ക് തിരിച്ചത്. ഈ കാഴ്ച കണ്ട് അദ്ദേഹം ഇങ്ങനെ അമ്പരം നിൽക്കെ ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം ഒരു വലിയ സീനിയറായ സഹാബി ആയതുകൊണ്ട് തന്നെ ഇവര് പേടിച്ചു പോയി. അവർ പറഞ്ഞു, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി കുറച്ച് ചെറുപ്പക്കാർ കൂടി അള്ളാഹുവിന്റെ പള്ളിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അബൂ മൂസൽ അശ്അരി അവിടുന്ന് അപ്പോൾ പുറത്തിറങ്ങി. എന്നിട്ട് ആ പള്ളിയുടെ സമീപത്ത് പാർക്കുന്ന അദ്ദേഹത്തിന്റെ കാലക്കാരനായ വളരെ വലിയ പണ്ഡിതനായ ഒരു സ്വഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോയത്.
എന്നിട്ട് പറഞ്ഞു, വാ എന്നൊക്കെ ഒരു കാഴ്ച കാണിച്ചു തരാം. എന്നിട്ട് അദ്ദേഹത്തെയും കൊണ്ട് ഈ പള്ളിയിൽ വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു, നിന്റെ കൺമുമ്പിൽ വെച്ചാണല്ലോ ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാർക്ക് മനസ്സിലായില്ല എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. അബൂ മൂസ അശ്ശരി അവരോട് പറയണേ, അള്ളാഹുവിന്റെ പ്രവാചകൻ മരിച്ചിട്ട് നാളുകൾ ഏറെ ആയിട്ടില്ല, പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല, പ്രവാചകന്റെ വസ്ത്രങ്ങൾ തുരുമ്പിപ്പോയിട്ടില്ല. അതിനു മുമ്പേ പ്രവാചകൻ പഠിപ്പിച്ച ദീനിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുകയാണോ? ചോദ്യം. അപ്പൊ എന്താണ് ഇവിടെ പ്രവാചകന്റെ ദീനിൽ അവരുണ്ടാക്കിയ പുതിയ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടൽ അതൊരു തെറ്റാണോ? അല്ല. ആ പള്ളിയിൽ വെച്ച് ഒരാൾ നിർദ്ദേശം കൊടുക്കുക, തക്ബീർ ചൊല്ലുക, അവർ തക്ബീർ ചൊല്ലുന്നു, തഹ്ലീൽ ചൊല്ലുന്നു, തഹ്മീദ് ചൊല്ലുന്നു, അത് തെറ്റാണോ? അതുമല്ല. പിന്നെ എന്തിനെയാണ് അദ്ദേഹം എതിർത്തത്? ഈ രൂപത്തിൽ ആളുകൾ വട്ടത്തിലിരുന്ന് ഒരാൾ നിർദ്ദേശിക്കുക, മറ്റുള്ളവർ അത് ഏറ്റു ചെല്ലുക എന്ന രൂപത്തിൽ ഒരു കർമ്മം അള്ളാഹുവിന്റെ കൂലി കിട്ടുന്ന കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ സാധാരണ പ്രസംഗിക്കുമ്പോഴൊക്കെ ഈ പ്രസംഗിക്കുന്ന ആളുകള് പ്രസംഗത്തിന്റെ മുമ്പായിട്ട് അറബിയിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുന്ന വാക്കുണ്ട്. ഏറ്റവും ഖൈറുൽ കലാമി, ഏറ്റവും നല്ല വാക്കുകൾ കലാമുല്ലാഹ്, അള്ളാന്റെ സംസാരമായ ഖുർആനാണ്. ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃക മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. വശറൽ ഉമൂരി, കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം. വശറൽ ഉമൂരി, ഏറ്റവും മോശപ്പെട്ട കാര്യം ഏതാണ്? വശറൽ ഉമൂരി, ഏറ്റവും മോശപ്പെട്ട കാര്യം ഈ മതത്തിൽ പുതിയതായി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല നിശ്ചയിച്ച മതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ആ മതത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ പ്രവാചകൻ സംസാരിക്കാൻ ഇരുന്നിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമുക്ക് സ്വർഗത്ത് പോകണം, നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആ സ്വർഗത്തിൽ പോകാനും നരകത്തിൽ പോകാതിരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനാവശ്യമായ കാര്യങ്ങൾ A to Z ഒന്നുപോലും വിട്ടുപോകാതെ നമുക്ക് പറഞ്ഞു തന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാം എന്ന മതം അള്ളാഹു ഉണ്ടാക്കിയ മതമാണ്. സ്വർഗം അള്ളാന്റെതാ, നരകം അള്ളാന്റെതാ. ഈ സ്വർഗത്തിലേക്ക് ഒരാൾ പോകണമെങ്കിൽ അതിന്റെ നിബന്ധനകൾ അള്ളാഹുവാണ് നിശ്ചയിക്കുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും അള്ളാഹുവാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം? ആ നിർദ്ദേശങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഇസ്ലാം. ആ ഇസ്ലാം എന്ന മതം തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു ഉണ്ടാക്കിയ മതമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കാൻ ഒരനുവാദവും അള്ളാഹു കൊടുത്തിട്ടില്ല. അതിലെ ചെറുതാവട്ടെ വലുതാവട്ടെ അത് മുഴുവനും അള്ളാഹു തആല മുഹമ്മദ് നബിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിറങ്ങി, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും അവന്റെ മലക്കുകളും മുഹമ്മദ് നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളൊക്കെ മുഹമ്മദ് നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണം. ഇതാണ് ആയത്ത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ പ്രവാചകന്റെ മുമ്പിലുള്ള സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ, അങ്ങേക്ക് സലാം പറയേണ്ടത് എങ്ങനെ ഞങ്ങൾക്കറിയാം. എങ്ങനെ പ്രവാചകന് സലാം പറയേണ്ടത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ സ്വലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് അവര് പ്രവാചകനോട് പറഞ്ഞു. അപ്പോ റസൂൽ ഇങ്ങനെ മിണ്ടാതെ നിന്ന. അപ്പൊ ഇത് ചോദിച്ച വ്യക്തിയുടെ മുഖത്തേക്ക് ആൾക്കാരൊക്കെ ഇത്തിരി വെറുപ്പോട് കൂടി നോക്കി. എന്താ കാരണം പറഞ്ഞേ? അതായത് ഒന്നുമില്ല, എന്തിനാണ് പ്രവാചകനോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചത്? പ്രവാചകൻ ചെറിയ പ്രയാസത്തിലായില്ലേ എന്നുള്ള നിലക്ക് എല്ലാവരും അയാളെങ്ങനെ നോക്കി. അദ്ദേഹത്തിന് തോന്നിന ചോദിക്കേണ്ടിയിരുന്നില്ല. അപ്പോ പ്രവാചകൻ കുറെ നേരം നിശബ്ദനായിട്ടിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മുടെ അത്തഹിയ്യാത്തിലൊക്കെ ചൊല്ലാറുള്ള ആ ഇബ്രാഹിമി സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് പറഞ്ഞു കൊടുക്കാൻ. ആ സ്വലാത്ത് സഹാബത്തിന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കാൻ. അതായത് അള്ളാഹുവിന്റെ റസൂലിനോട്
എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് അള്ളാഹുവിന്റെ വഹയി കിട്ടാൻ പ്രവാചകൻ കാത്തിരിക്കുകയാണ്. ആ വഹയി കിട്ടിക്കഴിഞ്ഞിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. അപ്പോ ഇസ്ലാം എന്ന ദീന് അള്ളാഹു ഉണ്ടാക്കിയ ദീനാണ്. അതിലെ ചെറുതായ ഒരു നിയമമാവട്ടെ വലുതായ ഒരു നിയമമാവട്ടെ അത് അള്ളാഹു താല ഉണ്ടാക്കിയതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് എത്തിച്ചു തരികയാണ് ചെയ്തത്. നമ്മുടെ ബാധ്യത ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിച്ചു തന്ന കാര്യത്തെ അങ്ങനെ തന്നെ നിർവഹിക്കുക. അതിൽ മാറ്റം വരുത്താനോ വെട്ടാനോ ചുരുക്കാനോ അതിന്റെ രൂപങ്ങളിൽ മാറ്റം വരുത്താനോ ഒരധികാരവും ഒരാൾക്കും കൊടുത്തിട്ടില്ല. പ്രവാചകന്റെ കാലശേഷം ഒരിക്കൽ ഈ പെരുന്നാൾ നിസ്കാരം അതിന്റെ രൂപം അറിയാലോ. ആദ്യം നിസ്കാരവും പിന്നെ ഖുതുബയാണ് നടക്കുക. അപ്പൊ സാധാരണ ആളുകൾ ഈ നിസ്കാരം കഴിഞ്ഞ ആൾക്കാർ പിരിഞ്ഞു പോകും. ഇവിടെയൊക്കെ നിങ്ങൾ കാണാം, ഗൾഫിലൊക്കെ പൊതുവെ കാണാറുണ്ട്. നിസ്കാരം കഴിഞ്ഞ ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഇരുന്ന് കേൾക്കും. അപ്പൊ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോകുമ്പോ ഒരു അന്നത്തെ ഖലീഫ, ആ ഖലീഫക്ക് തോന്നി ഇത് നമ്മൾ പറയാനുള്ള കാര്യം ആൾക്കാർ കേൾക്കുന്നില്ല, ഒരു നിസ്കാരം കഴിഞ്ഞ ഒരു പൂവാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തോ, നിസ്കാരത്തിന് മുമ്പേ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി. ആൾക്കാർ ഇരിക്കുമല്ലോ. പക്ഷേ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സഹാബാക്കൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിടിച്ചു വലിച്ച് താഴെ ഇറക്കിന. എന്നിട്ട് പറഞ്ഞതറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിനപ്പുറം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂല എന്നാണ് അല്ലേ. അപ്പൊ ഏതൊരു കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ചെയ്തോ അതാണ് ആ കാര്യത്തിന്റെ രൂപം. നിസ്കാരത്തില് നമുക്കത് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ വലതു കൈയിന്റെ ചൂണ്ടുവിരൽ ചൂണ്ടിപ്പിടിക്കണം. ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഇടതു കൈയിന്റെ വിരലും ചൂണ്ടിപ്പിടിക്കും എന്നൊരാൾക്ക് തോന്നിയാൽ അയാൾക്ക് 2 കൂലി കിട്ടുന്നല്ല, അയാൾ ചെയ്യുന്നത് തെറ്റാണ്. സുബഹി നമസ്കാരം 2 റക്അത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം. ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഹറമിലാണല്ലോ, പുണ്യമുള്ള ദിവസമാണല്ലോ, ഞാൻ 1 റക്അത്ത് കൂടുതൽ നിസ്കരിക്കട്ടെ. അങ്ങനെ ആവുമ്പോൾ ഒരു ഫാത്തിഹ സൂറത്ത് കൂടുതലാവാം, 2 സുജൂദുകൾ കൂടുതലാവും, 1 റുക്കൂൾ കൂടുതലാവും, അതുകൊണ്ട് ഞാൻ 3 റക്അത്ത് നിസ്കരിക്കട്ടെ എന്നൊരാൾക്ക് തോന്നിയാൽ അയാൾ നിസ്കാരം സ്വീകരിക്കൂല. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എത്ര വട്ടം പറയണ്ടേ? 3 വട്ടം. അതാ പ്രവാചകന്റെ ചര്യ. ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ 4 വട്ടം പറയും. എന്താ ഇതിന്റെ അവസ്ഥ? അയാളുടെ ആ കർമ്മത്തിന് അള്ളാഹുവിന്റെ പ്രതിഫലം ഉണ്ടാവില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം, അതിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ രൂപം, അതിന്റെ കോലം, ഇതൊക്കെ പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ തന്നെ അനുഷ്ഠിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് പറയുന്ന മൊത്തത്തിൽ പറയുന്ന പേരാണ് പ്രവാചക ചര്യ അല്ലെ. പ്രവാചക ചര്യ അതിനെന്താ അറബിയിൽ പറയാം? സുന്നത്ത്. ഇവിടെ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ വിഷയം ഉദ്ദേശം. സുന്നത്ത് ഒരു കാര്യം സുന്നത്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്താണ്? ഒന്ന് കൃത്യത തെറ്റിദ്ധാരണ അല്ലാതെ നേർക്കുനേരെന്ന് പറഞ്ഞാണ് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഒരു കാര്യം സുന്നത്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ആ ചിന്ത എന്താണ്? ചെയ്താല് കൂലി കിട്ടും, ഒഴിവാക്കിയാല് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ചിന്തയിലാണ് സത്യത്തിൽ നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധവും അപകടവും അവിടെയാണ്. സത്യത്തിൽ എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാല്? സുന്നത്ത് 2 തരത്തിൽ സുന്നത്ത് നിർവചിക്കപ്പെട്ടു. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പോവുകയാണ്, പ്രവാചകന്റെ മരണം, ഞാൻ പോകുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോണേ. 2 കാര്യം നിങ്ങളെ ഏൽപ്പിച്ചാ പോണേ. തറക്തു ഫീക്കും അംറൈൻ. 2 കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമ. ആ 2 കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴി തെറ്റുകയില്ല. ഏത് കാലത്തും, ഏത് ആധുനികതയുടെ കാലമാവട്ടെ, ഈ 2 കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടോ നിങ്ങൾ തെറ്റൂല. നമുക്ക് തോന്നി കാലം വളരെ മോശമല്ലേ, മനുഷ്യന്മാർ പഴിച്ചു പോകില്ലേ? ഈ 2 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ തെറ്റൂല. ഏതാണ് 2 കാര്യം? ഒന്ന്, അള്ളാഹുവിന്റെ കിതാബായ ഖുർആനാണ്. 2, വസുന്നത്തു റസൂലി, അവന്റെ പ്രവാചകന്റെ ചര്യ. നമുക്ക് സ്വർഗത്ത് പോണോ? നമ്മൾ പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ജീവിച്ചേ പറ്റൂ. അപ്പൊ ഒരു സംശയം, അപ്പൊ പിന്നെ ചെയ്താ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ കുഴപ്പമില്ലാത്ത സുന്നത്ത് ഏതാണ്? അത് വേറെ സുന്നത്താ, ഈ സുന്നത്തല്ല. അതേതാ സുന്നത്ത്? ഇസ്ലാമിലെ ശരീഅത്ത് പ്രകാരം കാര്യങ്ങൾ വിധിക്കുമ്പോൾ 5 സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒരു നിയമം, ഒരു കോടതി, ഇസ്ലാമിക ശരീഅത്ത് പറയുന്ന ഒരു കോടതിയിൽ ഒരു കാര്യത്തെ കൽപ്പിക്കുമ്പോൾ
അതിന് 5 സാങ്കേതിക പദങ്ങളിൽ ഒന്നുകൊണ്ട് ഉദ്ദേശിച്ചു. ഒന്ന്, അത് ഫർളാണ് അല്ലെങ്കിൽ വാജിബാണ് എന്ന് പറഞ്ഞാൽ ചെയ്യൽ നിർബന്ധമാണ്. 2, അത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. 3, സുന്നത്ത്. എന്താണ്? അത് ചെയ്താൽ നല്ലതാണ്, ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ സുന്നത്ത് അത് ഇസ്ലാമിക കോടതി വിധികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഖുർആനും സുന്നത്തും എന്ന് പറയുന്ന ആ സുന്നത്ത് ഈ സുന്നത്തല്ല. ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചു ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സുന്നത്ത് ഉണ്ടല്ലോ, ആ സുന്നത്ത് വേറെ സുന്നത്താണ്. ആ സുന്നത്ത് ഒഴിവാക്കിയാൽ ഒരാൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. 5 നേരം നിസ്കരിക്കണം എന്ന് ഖുർആനിലുണ്ട്. പക്ഷെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ഖുർആൻ അരിച്ചു പൊറുക്കി ഊർജ്ജം കിട്ടില്ല. അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് കിട്ടണമെങ്കിൽ എവിടെ വരണം? സുന്നത്തിൽ വരണം. വുദു എടുക്കണം, കിബിലക്ക് നേരെ നിൽക്കണം, അല്ലാഹു അക്ബർ തക്ബീർ കെട്ടണം, കൈ അവിടെ വെക്കണം, പിന്നെ ദുആഉൽ ഇഫ്തിതാഹ് ഉണ്ട്, പിന്നെ ഫാത്തിഹയുണ്ട്, പിന്നെ സൂറത്തുണ്ട്, റുകൂഉണ്ട്, സുജൂദുണ്ട്, ഇഅ്തിദാലുണ്ട്, അതിന്റെ സുജൂദിന്റെ ഇടയ്ക്ക് ഇരുത്തമുണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ എവിടുന്നാ കിട്ടുക? ഇത് സുന്നത്തിൽ നിന്നാ കിട്ടുക. ആ സുന്നത്ത് ഒഴിവാക്കിയാൽ പിന്നെ നമ്മളെങ്ങനെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാം? നോമ്പ് നോൽക്കണം എന്ന് ഖുർആനിലുണ്ട്. എന്താണ് നോമ്പിന്റെ രൂപം? അത് എവിടുന്നാ കിട്ടുക? അത് സുന്നത്തിൽ നിന്നാ കിട്ടുക. സകാത്ത് കൊടുക്കണം എന്ന് ഖുർആനിലുണ്ട്. അതിന്റെ രീതികൾ അറിയണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് വരണം. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോ ഹജ്ജ് ചെയ്യണം എന്ന ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദൂ അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ. നിസ്കാരത്തെ പറ്റി പ്രവാചകൻ എന്താ പറഞ്ഞേ? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കണം നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തിനെ എത്രമാത്രം നമ്മൾ അനുധാവനം ചെയ്യുന്നോ അത്രമാത്രം നമുക്ക് ഇസ്ലാമിനോട് ചേർന്ന് കവനം. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് പല കാര്യങ്ങളും അത് സുന്നത്താണ് എന്ന് പറയുമ്പോ ആ സുന്നത്തല്ലേ, അത് വേണമെങ്കിൽ ചെയ്താൽ പോലെ എന്നിടത്തേക്ക് നമ്മൾ എത്തിയപ്പോഴാണ് പ്രവാചകനെ പിൻപറ്റുക എന്നത് നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമല്ലാത്തൊരു സംഗതിയാണ് എന്ന് നമുക്ക് തോന്നിയത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ഒരു ആയത്തുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരു തർക്കമല്ല. സ്നേഹിക്കണം. എത്രത്തോളം സ്നേഹിക്കണം? നമ്മളെ ബാപ്പാനെ സ്നേഹിക്കുന്ന അത്ര സ്നേഹിച്ചാൽ മതിയോ? ഉമ്മാനെ സ്നേഹിക്കുന്ന അത്ര സ്നേഹിച്ചാൽ മതിയോ? നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന അത്ര സ്നേഹിക്കണോ? എത്ര സ്നേഹിക്കണ്ടേ? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ സ്വന്തം ജീവൻ കഴിഞ്ഞാൽ അഥവാ എന്നെ മാറ്റി നിർത്തിയാൽ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. വെറുതെ പറഞ്ഞല്ല, അതൊരു രസത്തിന് വേണ്ടിയുള്ള പ്രസ്താവനയല്ല, അദ്ദേഹത്തിന്റെ മനസ്സങ്ങട്ട് വെച്ചേക്കാം. അപ്പൊ പ്രവാചകൻ എന്താ പറഞ്ഞേ? ആ ഉഷാറായിട്ടോ, ഈ ഭയങ്കര ഉഷാറാണെന്നല്ല പറഞ്ഞേ, ഉമറെ താങ്കളുടെ വിശ്വാസം ഇപ്പോഴും പൂർത്തിയായിട്ടില്ലല്ലോ. അപ്പൊ ഉമർ ഭയപ്പെട്ടു. ഇനി എന്താ നബിയെ ബാക്കിയുള്ളത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ വാക്കുണ്ട്. എന്താ പറഞ്ഞേ? ഉമറെ ലാ യുമിനു അഹദുക്കും, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളുടെ വിശ്വാസവും പൂർണ്ണമാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഹത്താ ഏതുവരെ? അകൂന അഹബ്ബ ഇലൈഹി. എന്താ അഹബ്ബ് പറഞ്ഞാൽ? ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ. ആരെക്കാൾ? മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭൗതികമായ എന്തിനേക്കാൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. അപ്പൊ ഉമർ പറഞ്ഞു, എങ്കിൽ റസൂലെ ഞാനിതാ തിരുത്തുന്നു, എന്നെക്കാളേറെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഉമറെ ഇപ്പോ മുഴുവനായി നടന്നു. ഇസ്ലാമില് ഉമറിന് വേണ്ടി മാത്രമായിട്ടും നിയമമല്ല, എല്ലാ മുസ്ലിങ്ങൾക്കും നിയമം. എന്താ നിയമം? അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകണം. അപ്പൊ നമുക്കൊരു സ്വാഭാവികമായ സംശയം, പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് നമ്മൾ കണ്ടിട്ടില്ല, ആ ശബ്ദം കേട്ടിട്ടില്ല, ആ രൂപം പോലും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കൾ, അവർക്കും മേലെ ഈ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് എങ്ങനെ കഴിയാം? അതൊരു കഴിയാത്ത കാര്യമാണോ? സംഭവിക്കാത്ത, നടക്കാത്ത കാര്യമാണോ? അവിടെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ എങ്ങനെയാണ് പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു
ആ മൂന്നാമത്തെ അധ്യായം ഏതാ? മൂന്നാമത്തെ അധ്യായം 1 സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തുൽ ബഖറ, 3 ആൽ ഇംറാൻ. ആ മൂന്നാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനം, അധ്യായം 3 31-ാമത്തെ വചനം, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക. നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറയാം. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. നമുക്ക് അള്ളാഹിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അള്ളാഹിനോടുള്ള സ്നേഹം നമ്മൾ എങ്ങനെയാ പ്രകടമാക്കേണ്ടത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, നിങ്ങൾക്ക് വമൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ ചര്യയെ, എന്റെ സുന്നത്തിനെ ആരാണോ സ്നേഹിച്ചത് അവൻ എന്നെ സ്നേഹിച്ചു. അപ്പൊ അള്ളാഹിനെ സ്നേഹിക്കാനും മുഹമ്മദ് നബിയെ സ്നേഹിക്കാനുമുള്ള മാർഗ്ഗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നമ്മൾ പിൻപറ്റുക എന്നതാണ്. അപ്പോ ഏതൊരു കാര്യത്തിലും ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഏതൊരു കാര്യത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയാണ് ചെയ്തത് ആ വിഷയത്തിൽ എന്ന് ഒരാൾക്ക് ബോധ്യമായാൽ പിന്നെ അയാളുടെ ബാധ്യത എന്താണ്? അത് നബിക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷെ നമ്മൾ അതിനെ മാറ്റിമറിക്കാൻ നമുക്ക് അധികാരമില്ല. ഒരൊറ്റ ആയത്ത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മാ ഖാന വമാ ഖാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, മുഅ്മിനായ ഒരാണിനോ ഒരു പെണ്ണിനോ പാടില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അള്ളാഹു റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ പിന്നെ അതില് ഒരു സെലക്ഷൻ, അത് ചെയ്യണോ അല്ലെ ഇങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ആയിക്കൂടെ എന്ന ഒരു തെരഞ്ഞെടുപ്പിന് ഒരു വിശ്വാസിക്ക് അധികാരമില്ലാന്ന, അവകാശമില്ലാന്ന. അത് അങ്ങനെ ചെയ്തോളണോ, എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രവാചകനെ സ്നേഹിച്ചു, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചു. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് ബോധ്യമായാൽ പിന്നെ അവിടെ നമ്മൾ വേറൊരു മാർഗത്തെ ചിന്തിക്കേണ്ട, അതങ്ങോട്ട് പിൻപറ്റും. അത് പിൻപറ്റാൻ എത്രത്തോളം നമുക്ക് പറ്റുന്നുവോ അത് പ്രവാചക സ്നേഹത്തിന്റെ നമ്മുടെ ശക്തി കൂട്ടും, കരുത്ത് കൂട്ടും. മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ മണലിൽ നബിന്റെ കാലിങ്ങനെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ചവിട്ടിയിട്ട് നടക്കുന്ന എന്തിനാണ്? അത്രത്തോളം അവർ പ്രവാചകനെ പിൻപറ്റാൻ ശ്രമിച്ചു. അപ്പോ ആരാധനകളിൽ മാത്രമല്ല, സ്വഭാവങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാത്രമല്ല, നമ്മുടെ വസ്ത്രധാരണങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളിൽ പ്രവാചകന്റെ നിർദ്ദേശമുണ്ടോ, പ്രവാചകന്റെ ചര്യയുടെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ടോ, അതിനെ പിൻപറ്റി നമ്മൾ ജീവിക്കുക എന്നത് നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. അതാണ് റസൂൽ പറഞ്ഞത്, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പോകും, ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിലാ, ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, റസൂലേ ആരാണ് ഈ വിസമ്മതിച്ചവർ? ആരാ വിസമ്മതിച്ചവർ? പ്രവാചകന്റെ ചര്യ ഇന്നതാണ് എന്നറിഞ്ഞിട്ടും അത് ചെയ്യാൻ വിസമ്മതിച്ചവർ ഒരു സ്വർഗത്ത് പോകാൻ പ്രയാസപ്പെടും. ഒരിക്കൽ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് പ്രവാചകൻ പറഞ്ഞു, സഹോദര, ഇടത് കൈ കൊണ്ട്, നമ്മുടെ പല ആൾക്കാരും കാണാറുണ്ട്, വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് വലത്തെ കൈ ഇങ്ങനെ താങ്ങൽ വെച്ചിട്ട് വെള്ളം കുടിക്കാറുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും അരുത്. അത് ചെയ്യുന്നത് പിശാചിന്റെ സഹോദരന്മാരാണ്. നമ്മൾ വലത് കൈ കൊണ്ട് തിന്നണം, വലത് കൈ കൊണ്ട് കുടിക്കണം. ചില ആൾക്കാർ കുടിക്കുമ്പോഴൊക്കെ അള്ളാനെ പറ്റിക്കാൻ വേണ്ടി ഈ വലത് കൈ കൊണ്ട് പടച്ചോൻ കാണുമ്പോൾ അങ്ങനെ വലത്തെ കൈയാൻ തോന്നിക്കോട്ടെ, നമ്മൾ വളവന്മാർ ബുദ്ധിമാന്മാരാവുക, അതൊക്കെ വളരെ അപകടകരമായ സംഗതി. അപ്പൊ വലത് കൈ കൊണ്ട് കുടിക്കുന്നതിന് പകരം ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ഒരാളോട് റസൂൽ പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, നിങ്ങൾ വലത് കൈ കൊണ്ട് കുടിക്കണം. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കത് സാധ്യമല്ല, ഒരു ധിക്കാരത്തിന്റെ ശബ്ദം, എനിക്കത് സാധ്യമല്ല. അപ്പോ പ്രവാചകൻ പറഞ്ഞു, ഒറ്റടിക്ക്, എങ്കിൽ താങ്കൾക്കത് സാധിക്കാതിരിക്കട്ടെ. ഒരു വാർത്ത. പിന്നീട് സ്വഹാബത്ത് പറയണേ, മരിക്കുന്നത് വരെ തന്റെ വലതു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല എന്ന്, അയാളെ കൈ തളർന്നുപോയി. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ചെറിയ കാര്യത്തിൽ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അത് ഇന്നതാണ്, റസൂലുള്ളാഹി ഇങ്ങനെ ചെയ്തത്,
റസൂലുള്ള ഇങ്ങനെയാ പറഞ്ഞത്, റസൂലുള്ള ഇങ്ങനെയാണ് കൊണ്ടു നടന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ധിക്കാരം. ആ ധിക്കാരം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. അത് നരകത്തിലേക്ക് എത്തിക്കുന്ന കർമ്മമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പ്രവാചകനെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏത് കാര്യത്തിലും അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം എന്താ അറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ചെയ്തു അതിനപ്പുറത്തേക്ക് ഒരു പൂർണ്ണതല്ല. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുമുറ്റത്ത് 3 ആളുകൾ വന്നു. അവർ പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവർ പ്രവാചകൻ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഭാര്യമാരോട് ചോദിച്ചു, എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തെ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞല്ലോ. അപ്പോ പ്രവാചകന്റെ ഭാര്യമാർ ആയിഷ റളിയല്ലാഹു അൻഹ തോന്നുന്നു, എന്തായാലും ഭാര്യ പറഞ്ഞു കൊടുത്തു റസൂൽ എന്തൊക്കെ ചെയ്യല്, നിസ്കരിക്കും, കടന്നുറങ്ങും, നോമ്പ് നോൽക്കും, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ വന്ന ആളുകള് ഇത്തിരി തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാർ, അവർക്ക് തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും കാര്യങ്ങൾ ഇല്ലല്ലോ. നമ്മൾ വേറെ കുറെ വിചാരിച്ചില്ലേ, രാത്രി മുഴുവൻ നിസ്കരിക്കാറും ഉറങ്ങാതൊക്കെ ഇക്കാറും എല്ലാ ദിവസവും നോമ്പയിക്കാറും എന്നൊക്കെ ഓര് വിചാരിച്ചേ. പക്ഷെ ആയിഷ ബീവി പറഞ്ഞു കുറച്ചു നേരം നിസ്കരിക്കും, പിന്നെ കടന്നുറങ്ങും, പിന്നെ കുറച്ചു നേരം നിസ്കരിക്കും, പിന്നെ കടന്നുറങ്ങും, ചില ദിവസമൊക്കെ നോമ്പ് കൊടുക്കും, ചിലപ്പോൾ നോൽക്കാതെക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോ അവർക്ക് തോന്നി ഇത് പോരല്ലോ. അപ്പൊ അവര് പരസ്പരം സമാധാനിച്ചത് എങ്ങനെയല്ലോ, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല് എല്ലാ നന്മകളും ചെയ്ത് ഒരു തെറ്റും ചെയ്യാതെ നാളെ ഉറപ്പായിട്ട് സ്വർഗത്ത് പോണാണ്. ഇതൊക്കെ മതി. നമ്മളങ്ങനെയല്ലല്ലോ, നമ്മൾ പല തെറ്റും ചെയ്ത ആൾക്കാരല്ലേ. അപ്പൊ നമുക്ക് ഇതിലേറെ വേണം. 3 ആളും ആ മുറ്റത്ത് വെച്ച് ഓരോ പ്രതിജ്ഞ ചെയ്തു. എന്താ പ്രതിജ്ഞ അറിയാം? ഒരാൾ പ്രതിജ്ഞ ചെയ്തത്, ഞാൻ ഇനി രാത്രി ഒരു പോളം ഉറങ്ങൂല, രാത്രി മുഴുവൻ നിസ്കരിക്കും. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഇക്കിനി എല്ലാ ദിവസവും നോമ്പേക്കാരം. നോമ്പ് ഹറാമല്ലാത്ത എന്നൊക്കെ നോമ്പ് ഹറാമായ ദിവസം ഏതൊക്കെയാണ്? ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, അയ്യാമുൽ തശ്രീഖ്, ഇങ്ങനെ നോമ്പ് നിഷിദ്ധമല്ലാത്ത എല്ലാ ദിവസവും ഞാൻ നോമ്പ് എനിക്കിനി എന്നും നോമ്പേക്കാരം. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കൂല. കല്യാണം കഴിച്ചാൽ കുടുംബം, കുട്ടികൾ, മക്കൾ ഒരുപാട് സമയം ഒരുപ്പ് കൊടുക്കണ്ടേ. ഞാൻ എന്റെ സമയം മുഴുവനും ആരാധനയ്ക്ക് വേണ്ടിയാണ് മാറ്റിയുള്ളൂ. 3 ആൾ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ യാത്ര കഴിഞ്ഞ് വൈകുന്നേരം വീട്ടുമുറ്റത്തെത്തിയപ്പോ ഭാര്യ പറഞ്ഞു, 3 ആളുകൾ വന്നിരുന്നു, ഇങ്ങനെയൊക്കെ സംസാരം ഉണ്ടായിട്ടുണ്ടോ. വീട്ടിൽ കയറാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിയുടെ മിമ്പറിൽ കയറി റസൂൽ ഉറക്കെ ചോദിച്ചു, ആരാ 3 ആളുകൾ എന്റെ വീട്ടിൽ വന്നിരുന്നത് നേരത്തെ? അപ്പൊ ഈ 3 ആൾക്കാർ അവിടെ ഉണ്ട്. അന്നത്തെ കാലത്തൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അവരെ തിരിച്ചറിയാലോ. അവരെ 3 ആളെ വിളിച്ചു കൊണ്ടുവരാൻ വന്നു. ഒരു 3 ആൾ ഇങ്ങനെ വിറച്ചു നിന്നു. പ്രവാചകൻ ചോദിച്ചു അവരോട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അപ്പൊ അവര് പറഞ്ഞു, നബിയെ ഞങ്ങൾ ഖൈർ മാത്രം ഉദ്ദേശിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെക്കാൾ അള്ളാഹുവിനെ അറിയുന്നവൻ ഞാനാണ്, നിങ്ങളെക്കാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ ഞാനാണ്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പഠിപ്പിച്ച മതത്തിൽ ഞാൻ പഠിപ്പിച്ചതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ ഈ മതത്തിൽപ്പെട്ടവനല്ല. അപ്പൊ നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ ഒരു വഴിയുണ്ട്. ഏതാണ് വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ജീവിച്ചോ, എങ്ങനെ ചെയ്തോ, എത്ര ചെയ്തോ, ഏത് രൂപത്തിൽ ചെയ്തോ അതങ്ങനെ തന്നെ ചെയ്ത് ജീവിക്കുക. അതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗം, അതാണ് അള്ളാഹിനോടുള്ള സ്നേഹം, അതാണ് പ്രവാചകനോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന ധാരണ മാറ്റിയിട്ട് സുന്നത്ത് ചെയ്യാതെ ഒരു വ്യക്തി സ്വർഗത്തിലെത്തുകയില്ല എന്ന ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുക. എന്നിട്ട് ഏതൊരു വിഷയത്തിലും ഇതാണ് സുന്നത്ത്, ഇതാണ് പ്രവാചകന്റെ ചര്യ എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ സംശയിക്കരുത്, അതിനപ്പുറത്തേക്ക് ഒരു മാർഗം ചിന്തിക്കരുത്. ആ പ്രവാചകന്റെ മാർഗത്തെ നമ്മൾ പിൻപറ്റുക. അതാണ് സ്വർഗത്തിലെത്താനുള്ള മാർഗം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ജീവിതത്തിൽ പുലർത്തി അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.